ഭഗത് സിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ആദ്യ വിപ്ലവകാരിയായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. തൻ്റെ ബാല്യകാലം മുതൽ ഭഗത് സിംഗ് ബ്രിട്ടീഷ് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നു. അക്രമരഹിതമായ സമരമാർഗത്തേക്കാൾ സായുധ പോരാട്ടത്തിന് മുൻഗണന നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഭഗത് സിംഗ്. 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ലയൻപൂർ ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സിഖ് കർഷക കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സർദാർ കിഷൻ സിംഗ് ആയിരുന്നു. അമ്മ വിദ്യാവതിയായിരുന്നു. ഭാഗ്യമുള്ള കുട്ടി എന്നർത്ഥം വരുന്ന ഭഗോൺവാല എന്ന പേരിൽ നിന്നാണ് ഭഗത് സിംഗ് എന്ന പേരുണ്ടായത്. ഭഗത് സിംഗിൻ്റെ ബന്ധുക്കളിൽ ചിലർ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരായിരുന്നു. ചിലർ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ പടയാളികളായും ജോലി ചെയ്തിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സ്വഭാവവും ജീവിത രീതിയും ഭഗത് സിംഗിനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ആര്യ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂളിലാണ് അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഭഗത് സിംഗിന് 12 വയസ്സുള്ളപ്പോഴാണ് രാജ്യത്തെ ഞെട്ടിച്ച ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. നിരപരാധികൾ വെടിയേറ്റു വീണ സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആളിക്കത്തി. 1920 മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ 13 വയസ്സിൽ ഭഗത് സിംഗ് പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകനായി. ചരിത്രവും രാഷ്ട്രതന്ത്രവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങൾ. ഗാന്ധിജിയുടെ അക്രമരഹിത സമരരീതികളോട് പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 5 ഭാഷകളിൽ പ്രാവീണ്യം നേടിയൊരു വ്യക്തിയായിരുന്നു ഭഗത് സിംഗ്. 1931 മാർച്ച് 23 ഇന്നത്തെ പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന ലാഹോർ സെൻട്രൽ ജയിലിലാണ് ബ്രിട്ടീഷ് ഭരണകൂടം ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. സുഖദേവ്, രാജ്ഗുരു എന്നിവരെയും ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റിയിരുന്നു. എന്നാൽ തലമുറകൾ ഏറെ കഴിഞ്ഞിട്ടും ഭഗത് സിംഗിൻ്റെ ജീവത്യാഗം നാം ആദരവോടെ സ്മരിക്കുന്നു. 21കാരനായ ജോൺ സൗണ്ടർ എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നതിൻ്റെ പേരിലാണ് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ട് ജെയിംസ് കോട്ടിനെ വധിക്കാൻ മൂവരും പദ്ധതിയിട്ടിരുന്നു. ജെയിംസ് കോട്ടാണ് തെറ്റിദ്ധരിച്ചാണ് ഭഗത് സിംഗും കൂട്ടരും ജോൺ സോണ്ടേഴ്സിനെ വധിച്ചത്. 1929 ഭഗത് സിംഗ് ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കെട്ടിടത്തിൽ ബോംബെറിഞ്ഞു. ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ടിനെതിരായ പ്രതിഷേധമായിരുന്നു ഇത്. തുടർന്ന് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന പ്രശസ്തമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഭഗത് സിംഗ്